വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഊറുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു അടിപൊളി സ്വീറ്റാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ മോൾഡ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി. ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് എന്തൊക്കെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടത് ആ ഒരു സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യം തന്നെ അങ്ങ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഇത് അരച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജ്യൂസൊക്കെ അരച്ചെടുക്കുന്ന ഒരു വലിയ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക, ഇതിൻ്റെ ചണ്ടി ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് 2 കപ്പാണ്. 250 ml കപ്പിന് 2 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരക്കപ്പ് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് വരും. അപ്പോൾ ഇതിവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു നെയ്യൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബായി വന്നതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ആകെ 2 ടേബിൾ സ്പൂൺ നെയ്യേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി ഒന്നും കൂടെ ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പുറത്തിരുന്ന് സാധാരണ നോർമൽ ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് തന്നെ, നോർമൽ തണുപ്പാവുന്ന സമയത്ത് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഇടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്